ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. കേസിലെ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം സംബന്ധിച്ചാണ് മൊഴി. തനിക്ക് അറിയാവുന്നതെല്ലാം SITയെ അറിയിച്ചെന്ന് മൊഴിയെടുപ്പിന് ശേഷം ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2 തവണ മാറ്റിവെച്ച ശേഷം ഇന്നലെ വൈകിട്ട് 3:30 രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. തിരുവനന്തപുരം ഈഞ്ചയ്ക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. കേസിൽ തൻ്റെ പക്കൽ തെളിവുകളൊന്നും ഇല്ലെന്നും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് അറിയാവുന്ന മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തനിക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയെ വിളിച്ചു വരുത്തണോ എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തി വസ്തുതകൾ കണ്ടെത്തേണ്ട കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയാണെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്തുകാരായ സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള സംഘത്തിന് കേസിൽ ബന്ധമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രവാസി വ്യവസായിയിൽ നിന്നാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും 500 കോടി രൂപയ്ക്ക് ശബരിമലയിലെ സ്വർണം വിറ്റുവെന്നു വ്യവസായി അറിയിച്ചതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത്. ജനം, തിരുവനന്തപുരം.